Here I go out to sea again. The sunshine fills my head, and dreams hang in the air. Goals in the sky and in my blue eyes, you know it feels unfair. There's magic everywhere. Look at me standing here on my own again. I'm straight in the sunshine. No need to run and hide. It's a wonderful, wonderful life. No need to laugh or cry. It's a wonderful, wonderful life. The sun's in your eyes, the heat is in your head. They seem to hate you because you're there. And I need a friend, oh, I need a friend to make me happy. And I stand there on my own. Look at me standing here on my own again. Up straight in the sunshine. No need to run and hide. It's a wonderful, wonderful life. No need to laugh or cry. It's a wonderful, wonderful life. I need a friend, oh, I need a friend to make me happy, not so alone. Look at me here on my own again, up straight in the sunshine. No need to run and hide. It's a wonderful, wonderful life. No need to laugh or cry. It's a wonderful, wonderful life. It's a wonderful life. It's a wonderful life. It's a wonderful life.
സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നീടയനന്തം വന്ദനമേ ദേവ പൊന്നീടയനന്തം വന്ദനമേ എന്നോടുള്ള സർവനന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപാലായി ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപാലായി. അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പാൽക്കാലി വാത്സല്യ ഭവനത്തിൽ സന്തോഷത്തോടുകൂടി നമുക്ക് എല്ലാവരും കടന്നു വരുവാൻ വലിയവനായ ദൈവം ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ 24-ാം തീയതി നമ്മുടെ മകൾ കെസിയായുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷ ഇവിടെ വെച്ച് വളരെ ഭംഗിയായിട്ട് നടത്തപ്പെടുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഇടയാക്കി. അന്ന് വ്യാപരിച്ച ദൈവത്തിൻ്റെ കൃപ ഇന്ന് പാൽക്കാലവും വ്യാപരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ യാത്ര ചെയ്ത് നമ്മുടെ പോവുകയാണ്. അവിടെ പോയി അവിടുത്തെ ശുശ്രൂഷകളും ഏറ്റവും ഭംഗിയായി നടത്തപ്പെടുന്നതിന് വേണ്ടി വരാനുള്ള തക്ക സമയത്ത് കടന്നു വരുവാനും അതുപോലെ തന്നെ നല്ല അനുകൂലമായ കാലാവസ്ഥ നമുക്ക് ഉണ്ടാകുവാനും ഒക്കെ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ മോൻസി എബ്രഹാം കുമ്മനാട് പാറമേൽ ക്രിസ്ത്യൻ ബദർ ചർച്ചിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന മോൻസി എബ്രഹാം അവർ ഒരു സങ്കീർത്തനം വായിക്കുകയും കുമ്മനാട് പാറമേൽ ബദർ അസംബ്ലിയുടെ മൂപ്പന്മാരിൽ ഒരാളായിരിക്കുന്ന PK ബാബു അവർ പ്രാർത്ഥിച്ച് നമുക്ക് ഇവിടെ നിന്ന് യാത്രയാവുന്നതാണ്. നമുക്ക് 121-ാം സങ്കീർത്തനം വായിക്കാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ കർത്താവുമായ പരിശുദ്ധനാകുന്ന പിതാവാം ദൈവമേ, അങ്ങേക്ക് നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങളിപ്പോൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ സഭയായും വ്യക്തികളായും കുടുംബങ്ങളായും നിൻ്റെ മകൾ കേസിയയ്ക്ക് ഒരു വിശ്രാമ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങ് തക്ക സമയത്ത് കർത്താവെ ഒരു ഇണയെ കാണിച്ചു കൊടുക്കുവാൻ ഇടയാക്കുകയും ഇപ്പോൾ ഓർത്ത പ്രകാരം തന്നെ കഴിഞ്ഞ 24-ാം തീയതി ആ വിവാഹ നിശ്ചയ ശുശ്രൂഷ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹകരമായി നടത്തുവാൻ ഇടയാക്കുകയും ചെയ്തതിന് ഞങ്ങൾ നന്ദി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവെ അന്ന് ആലോചിച്ച പ്രകാരം ഇന്നത്തെ ദിവസം അവർ ഇരുവരും വിവാഹിതരാകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ കർത്താവെ അതിനു വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ആ വരൻ്റെ ഭാഗത്തേക്ക് ഭരണിക്കാവിലേക്ക് കടന്നു പോവുകയും ആണ്. ഞങ്ങളുടെ ദൈവമേ, വിവാഹം എന്നുള്ളത് അങ്ങ് സ്ഥാപിച്ചതാകയാൽ ഞങ്ങൾ നന്ദിയോട് സ്തോത്രം. ദൈവം യോജിപ്പിച്ചതാണല്ലോ, അതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഹായം വരുന്ന പർവ്വതമാകുന്ന യഹോവയിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തിയതിൻ്റെ ഫലമായി കർത്താവെ അങ്ങ് നൽകിത്തന്ന ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, സന്തോഷത്തോടുകൂടി ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നു. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കേസിയുടെയും സാമിൻ്റെയും ജീവിതത്തിൽ അങ്ങ് വലിയവ ചെയ്തു. അതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഇപ്പോൾ കേസിയായി കുടുംബമായിട്ട് ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിൻ്റെ മകൾക്ക് കർത്താവെ ദൈവവചനം ഉപദേശങ്ങൾ ഒക്കെയും പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കളെ ഇടയാക്കി കർത്താവെ തുടർന്ന് ദൈവഭക്തിയിൽ വളർന്നു വരുവാൻ അവൾക്ക് നീ കൃപ നൽകി.
കർത്താവായ യേശുക്രിസ്തുവിനെ തൻ്റെ സ്വന്തം രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച് അങ്ങയുടെ വലിയ രക്ഷാനുഭവത്തിൽ അറിയുവാൻ തക്കവണ്ണം അവളെ ഇടയാക്കി. അവൾക്ക് ആവശ്യമായിരുന്ന വിദ്യാഭ്യാസം അങ്ങ് നൽകി, ഉപജീവനത്തിന് ജോലി നൽകി. ഇതിനൊക്കെയും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. തുടർന്ന് അവൾക്കൊരു വിശ്രാമ സ്ഥലമായിരുന്നല്ലോ ആവശ്യം. കർത്താവെ, അതിനു വേണ്ടിയിട്ടും അങ്ങ് വഴി ഒരുക്കിയതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ കർത്താവെ, ഇപ്പോൾ അവരെ തിരുസന്നയിൽ സമർപ്പിക്കുമ്പോൾ കർത്താവ് ഈ സമയം വളരെ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടി തന്നെ ഞങ്ങൾ അവിടേക്ക് കടന്നു പോകുവാൻ ഇടയാക്കി തീർക്കുമാറാകണം. സാമിനെയും കുടുംബമായിട്ട് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും കർത്താവിനും ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് അങ്ങ് കാണിച്ചു കൊടുത്ത തുണയ്ക്കായിട്ടും സ്തോത്രം. കർത്താവെ, ഇന്ന് അവരെ അങ്ങ് തന്നെ കൂട്ടിച്ചേർത്ത് അങ്ങ് തന്നെ അവരെ യോജിപ്പിച്ച് ഒരു കുടുംബമാക്കുവാൻ പോകുന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആ ശുശ്രൂഷയിൽ അങ്ങയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണം. അങ്ങയുടെ അദൃശ്യ സാന്നിധ്യം തന്നെ അവിടെ ഉണ്ടാവുകയും കർത്താവെ, അങ്ങയുടെ അദൃശ്യ കരങ്ങളാൽ തന്നെ അവരെ ഒരു കുടുംബമായിട്ട് യോജിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ആ കുടുംബം സ്വർഗത്തിലും ഭൂമിയിലും വേർപെട്ട കുടുംബമായിട്ട് അങ്ങ് നിലനിർത്തണം. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷ കർത്താവെ നൽകുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങയുടെ ദാസന്മാരെയും അവിടെ ഒരുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ കൃപകളൊക്കെയും അങ്ങയുടെ ദാസന്മാർക്ക് നൽകി കർത്താവിൻ്റെ ഹിതപ്രകാരം അനുഗ്രഹകരമായി അങ്ങയുടെ നാമം മഹത്വത്തിനായിട്ട് ശുശ്രൂഷകൾ തീരുവാനിടയാകണം. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോട്ടെ. യാത്രയിൽ ഞങ്ങളുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. കാലാവസ്ഥയെ അനുകൂലമാക്കി തരണമേ. ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ കർത്താവെ ഞങ്ങൾ ക്ഷേമമായി കർത്താവെ ആ തറവാട് ഓഡിറ്റോറിയത്തിൽ എത്തുവാൻ തക്കൊണ്ട് ഇടയാക്കി തീർക്കുമാറാകണം. കർത്താവെ, ഈ പ്രാർത്ഥനകളൊക്കെ അങ്ങ് കേട്ടുത്തരം നൽകിയതിനായി സ്തോത്രം. ഇതിൻ്റെയൊക്കെയും മഹത്വവും ഞങ്ങൾ പിതാവെ അങ്ങേക്ക് തന്നെ അർപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ.
സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവെ, മാതാപിതാക്കളെ വിളിക്കുവാൻ ഉള്ള യോഗ്യത നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുമെന്നുള്ള ബോധത്തോടെ പിതാവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മഹനീയമായ പദവിക്കും സ്വർഗത്തിലെ സകല സ്വർഗീയ അനുഗ്രഹങ്ങൾക്കുമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഭൗമികമായ ശരീരത്തിൽ നിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടെ പൂർണ്ണമായി ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കർത്താവെ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ കർത്താവെ മാരേജ് ഹാളിൽ ഒരുമിച്ച് കൂടിയിരുന്ന് കർത്താവെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ നിന്നിൽ സ്തോത്രം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണല്ലോ കർത്താവെ. ഞങ്ങൾ നാളുകളായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ പ്രിയ മകൻ്റെ സാമിൻ്റെ വിവാഹം കർത്താവെ അതിൻ്റെ ആ സമയം എത്തിയിരിക്കുകയാണല്ലോ കർത്താവെ. നിന്റെ 2 മക്കളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചാഗ്രഹിച്ചതുപോലെ എല്ലാ സാഹചര്യങ്ങളെയും നീ ഭംഗിയായിട്ട് ഒരുക്കിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. അതിൻ്റെ വിവാഹ ശുശ്രൂഷയ്ക്കായിട്ട് കടന്ന പ്രിയദാസനെ കർത്താവെ നിന്റെ കരങ്ങൾ നൽകുന്നു. നിന്റെ ആത്മാവിനാൽ നീ നിറയ്ക്കുന്നത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. നിന്റെ വചനം വിളമ്പുവാനായിട്ട് എത്തിയിരിക്കുന്ന പ്രിയദാസനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ഞങ്ങൾക്ക് കർത്താവെ വിശേഷാൽ ഇന്ന് വിവാഹിതരാകുന്ന നിന്റെ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള ദൂത ലഭിപ്പാൻ തക്കൊണ്ണം നീ കൃപ നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. 2 വശങ്ങളിൽ നിന്നുമായി കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ക്ഷണിതാക്കളായി കടന്നു വന്നിരിക്കുന്ന സുഹൃത്തുക്കളും എല്ലാവരെയും തന്നെ ഈ സമയം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവെ ശുശ്രൂഷ നടക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുവാൻ കർത്താവെ അവരുടെ വിവാഹ ജീവിതത്തിലേക്കുള്ള കാൽവെപ്പ് അതൊരു പുതിയ തുടക്കമായിട്ട് മാറുവാൻ കർത്താവെ നിന്റെ പരിജ്ഞാനത്താലും നിന്റെ കൃപയാലും അവരെ നിറച്ച് വരും നാളുകൾ കർത്താവെ വിവേകമുള്ളവരായിട്ട് ജീവിപ്പാൻ ദൈവനാമ മഹത്വത്തിനും ദൈവത്തിൻ്റെ ഉദ്ദേശം തൻ്റെ കുടുംബജീവിതത്തിൽ കൂടെ നിറവേറ്റപ്പെടുകയും അതുവഴി അവരുടെ കുടുംബവും ദേശവും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ നീ അവരെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് സാക്ഷികളായി കടന്നു വന്ന ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട് ഞങ്ങളുടെ കുടുംബജീവങ്ങൾക്കും ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിനും ഒക്കെ ഇത് മനോഹരമാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സ്റ്റേജിലും ഞങ്ങളുടെ മുമ്പിലുമായിരിക്കുന്ന എല്ലാവരെയും നീ ധാരാളമായി അനുഗ്രഹിക്കണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റെല്ലാ കരങ്ങളെയും നീ അനുഗ്രഹിക്കണം. ഇതിനു വേണ്ടിയിട്ട് കർത്താവെ ഒരുക്കുന്ന കർത്താവെ എല്ലാ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളെയും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെയും നീ ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ വീണ്ടും നിന്റെ സന്നിധിയിലേക്ക് തലകളെ വണക്കുന്നു. നിന്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. സകലതും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മവിനയമായി അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നാം ഇന്നിവിടെ സന്നിധരായിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നിവിടെ നടക്കുന്ന വിവാഹം കർത്താവിനാൽ നിയമിക്കപ്പെട്ടതാണ് എന്നുള്ള യാതൊരു സംശയവുമില്ല. ഇന്ന് ഈ വിവാഹം നടക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ളത് എല്ലാവരുടെയും മുഖം വിളിച്ചറിയിക്കുന്നതുകൊണ്ട് ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് എൻ്റെ പ്രാരംഭമായിട്ട് വിവാഹ നിശ്ചയരേഖ വായിച്ച് ശുശ്രൂഷയിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം. കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിൽ പടിഞ്ഞാറേ കല്ലട വില്ലേജിൽ മാവിള പുത്തൻ വീട്ടിൽ ബ്രദർ സാജു പാപ്പച്ചൻ്റെയും സിസ്റ്റർ റോസമ്മ സജുവിൻ്റെയും മകനും കല്ലട ബ്രദറൻ അസംബ്ലി സഭാംഗവുമായ സാം സജുവും, പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ കോയിപ്പുറം വില്ലേജിൽ കുറുവംപ്ലാവിൽ വീട്ടിൽ ബ്രദർ രാജു തോമസിൻ്റെയും സിസ്റ്റർ മേഴ്സി രാജുവിൻ്റെയും മകളും പാറമേൽ ക്രിസ്ത്യൻ ചർച്ച് സഭാംഗവുമായ കെസിയ മറിയൻ രാജുവും തമ്മിലുള്ള വിശുദ്ധ വിവാഹമാണ് ഇന്നേ ദിവസം ഈ ആഡിറ്റോറിയത്തിൽ വെച്ച് കല്ലട ബ്രദർ അസംബ്ലിയുടെ ചുമതലയിൽ നടത്തപ്പെടുന്ന വിവരം സദസ്സിനെ അറിയിച്ചുകൊള്ളുകയാണ്. ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് കടന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം ഒന്നാമത്തെ പാട്ട് പാടുമ്പോൾ
നിയുക്ത വധുവും വരനും അവരെ മാതാപിതാക്കളും ചേർന്ന് അവർക്കൊരുക്കിയിരിക്കുന്ന സ്റ്റേജിലേക്ക് വന്നിരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളിലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവവും. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകേണമേ. നിന്റെ ഗീതം പോലെന്നെ നടത്തേണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കേണമേ. വഴികളിൽ ഞാൻ നടക്കുവാനാ, വഴി കാട്ടിയാൽ എന്നെ നയിക്കണമേ. വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. ക്രിസ്തു എന്ന പാറയിൽ
യേശുവേ അങ്ങയ്ക്കാരാധന, ആരാധന അങ്ങയ്ക്കാരാധന. യേശുവേ അങ്ങയ്ക്കാരാധന, ആരാധന അങ്ങയ്ക്കാരാധന. യേശുവേ അങ്ങയ്ക്കാരാധന, ആരാധന അങ്ങയ്ക്കാരാധന. യേശുവേ അങ്ങയ്ക്കാരാധന. കർത്താവിന് സ്തോത്രം. ഇന്ന് വിവാഹം നടക്കുന്ന പ്രിയ സാമ് കല്ലട ബ്രദറൻ അസംബ്ലിയിലെ ഒരു സജീവ അംഗമാണ്. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനും ജലത്തിൽ സാക്ഷീകരിക്കുവാനും ദൈവം ഭാഗ്യം നൽകി. മാത്രമല്ല തനിക്ക് നല്ല നിലയിൽ ഒരു വിദ്യാഭ്യാസം നടത്തുവാൻ ദൈവം കൃപ നൽകി. ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിടെക് എഞ്ചിനീയറിംഗ് പാസ്സാകുവാൻ ദൈവം കൃപ നൽകി. മാത്രവുമല്ല ഇന്ത്യ ഗവൺമെൻറ്റിൽ റെയിൽവേയിൽ തനിക്ക് ദൈവം ഒരു ജോലിയും കൊടുത്തു. ആ നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന പ്രിയ സഹോദരനെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. മാത്രമല്ല ആ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ വല്യപ്പച്ചൻ അഥവാ പിതാവിൻ്റെ പിതാവ് കല്ലട സഭയുടെ എൽഡറായിട്ട് കഴിഞ്ഞ നാളുകൾ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് പ്രിയ സാമ ജനിപ്പാൻ ഇടയായി തീർന്നത്. അതേ പൈതൃകം വെച്ച് പുലർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയ സഹോദരന് ദൈവം കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. അതോർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ പ്രിയ മകൾ ക്രിസ്റ്റിയും തനിക്കും ഉന്നതമായ വിദ്യാഭ്യാസം ദൈവം നൽകി. അതോടൊപ്പം ദൈവം തനിക്കും ഒരു ജോലി കൊടുത്തിട്ടുണ്ട്. ആ ജോലി തുറന്നുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ പാറമേലുള്ള ക്രിസ്ത്യൻ ബ്രദറൻ അസംബ്ലിയിൽ കർത്താവിനെ സേവിച്ചും സ്നേഹിച്ചും ആത്മീയ കൂട്ടായ്മ അനുഭവിച്ചും കടന്നു പോകുവാൻ പ്രിയമകളെയും കർത്താവ് ഇടയാക്കി. പ്രിയമകളുടെ മാതാപിതാക്കളും അതേ പാതയിൽ തന്നെ കർത്താവ് ഭക്തിയോടെ ജീവിക്കുന്ന ഒരു കുടുംബമാകിയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് കുടുംബങ്ങളിൽ നിന്നുള്ള പ്രിയ സഹോദരങ്ങളാണ് ഇന്ന് വിവാഹിതരാകുന്നത്. അവരെ ഒറ്റ വാക്കിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ദൈവം അവരെ ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷ ഏറ്റവും സന്തോഷവും അനുഗ്രഹവുമായി തീരുവാൻ വേണ്ടി കടന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവത്തോടുകൂടെ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ മൗനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. ആരും സംസാരിച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ള കാര്യം കൂടെ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് സ്വാഗതം അറിയിക്കേണ്ടതിന് വേണ്ടിയിട്ട് സാജൻ സജുവിനെ ക്ഷണിക്കുകയാണ്. പ്രിയ സാമിൻ്റെ അനുജനാണ് പ്രിയ സാജൻ. പ്രൈസ് ദി ലോർഡ്. ഈ വിവാഹ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഏവർക്കും സ്വാഗതം അറിയിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഈ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ബിജു പി ചാക്കോ, വചന ശുശ്രൂഷ നിർവഹിക്കുന്ന ഡോക്ടർ ബാബു പി കെ, ഇവാഞ്ചലിസ്റ്റ് സാം സക്കറിയ, വിവാഹ ശുശ്രൂഷ നടത്തുന്ന ഇവാഞ്ചലിസ്റ്റ് ജോൺ വർഗീസ്, ഗാന ശുശ്രൂഷ നിർവഹിക്കുന്ന ബ്രദർ ജെയ്സൺ ആൻഡ് ടീം, ഇന്ന് വിവാഹിതരാകുന്ന സാം, കെസിയ, അതുപോലെ ഇരുവരുടെയും ഭാഗത്തുനിന്ന് കടന്നു വന്നിട്ടുള്ള ബന്ധുക്കൾ, അയൽവാസികൾ, സഭാവിശ്വാസികൾ, ക്ഷണം സ്വീകരിച്ചെത്തിയ ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രിയ സഹോദരൻ അത് തന്നെ ഏൽപ്പിച്ച ആ ദൗത്യം നിർവഹിക്കുകയുണ്ടായി. പ്രിയ സഹോദരൻ ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാ നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഇന്നിവിടെ അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ജെയ്സൺ ആൻഡ് ടീമാണ്. കർത്താവിനോട് കഴിഞ്ഞ നാളുകളിൽ മധുരമായിട്ട് പാടുവാൻ ദൈവം തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിലയിൽ ദൈവം കരങ്ങളിലെത്തിപ്പോയിരിക്കുന്ന
പ്രിയ സഹോദരൻ ജെയ്സനെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ ടീമിനെയും ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവം പ്രിയപ്പെട്ടവർ നൽകട്ടെ എന്ന് പ്രാരംഭമായിട്ട് ഓർപ്പിക്കുന്നു. തുടർന്ന് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി 2 സഹോദരന്മാർ ഇപ്പോൾ മുന്നോട്ട് നിന്ന് കടന്നു പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാരംഭമായിട്ട് ബ്രദർ ജിജോയും അതിനുശേഷമായിട്ട് ഇവാഞ്ചലിസ്റ്റ് ബിജു ജോൺസനും കടന്നു വന്ന് പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നതായിരിക്കും. നമുക്ക് ദൈവസ്ഥനിലെ കണ്ണുകളടച്ച് പ്രാർത്ഥനയ്ക്കായിരിക്കാം. ദൈവം സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അളവുകൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവായ അപ്പച്ച, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശുവിനായിട്ട് സ്തോത്രം. അവിടുത്തെ പ്രിയപുത്രനും കൂടി ഞങ്ങൾക്ക് ലഭിച്ച പുത്രത്വത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കി തീർത്ത് പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ജനമാക്കി ഞങ്ങളെ തീർത്ത വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ആ മഹാഭാഗ്യത്തിലേക്ക് ഞങ്ങൾക്കായിത്തീരുവാൻ അവിടുന്ന് കൃപ നൽകിയ പിതാവേ, നന്ദിയോടെ സ്തോത്രം. ആരാധന സ്വീകരിപ്പാൻ യോഗ്യൻ അവിടുന്ന് മാത്രം ആയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മക്കളായ ഞങ്ങൾ ഇന്ന് അവിടുത്തെ പാദപീഠത്തിങ്കിലേക്ക് കടന്നു വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ പിതാവേ അവിടുന്ന് മുന്നമേ അറിഞ്ഞു, അവിടുന്ന് മുന്നമേ ഒരുക്കി. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അടിയങ്ങൾക്കെല്ലാം ഇന്ന് പകൽ യാത്ര ചെയ്ത് ക്ഷേമത്തോടെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ തണലിലായിരിക്കാൻ അവിടുന്ന് കൃപ നൽകിയല്ലോ, അതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത വിഷയമായിരുന്നല്ലോ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടനുബന്ധിച്ച്. പിതാവേ, കഴിഞ്ഞ 24-ാം തീയതി അതിൻ്റെ നിശ്ചയം നടക്കുവാൻ അവിടുന്ന് കൃപ നൽകി സഹായിച്ചു. അതിനായിട്ട് സ്തോത്രം. അവിടെ നിശ്ചയിച്ച പ്രകാരം ഇന്ന് അടിയങ്ങൾക്കെല്ലാം ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരുടെ വിവാഹ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിപ്പാനും അതിന് സാക്ഷ്യം വഹിക്കുവാനും പിതാവേ അവിടുന്ന് ഞങ്ങളെ ഒരുക്കിയ വലിയ കൃപയ്ക്കായിട്ട് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇരു കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ വെച്ച് സമർപ്പിക്കുകയാണ്. പ്രിയ സഹോദരൻ സജുവിനെ കുടുംബമായിട്ട് അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ അവരെ അവിടുന്ന് പോറ്റി പുലർത്തി ആവശ്യമായ എല്ലാ കൃപകളും നൽകിക്കൊടുത്തു. അതിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രിയ മകൻ സാമിൻ്റെ വിവാഹത്തിനു വേണ്ടി പിതാവേ പൈതലിനെ ഒരുക്കുവാൻ പ്രിയ കുടുംബത്തെ അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ സഹോദരൻ പ്രിയ രാജുവിനെ കുടുംബമായിട്ട് അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. പ്രിയ കുടുംബത്തെയും അവിടുന്ന് നിലനിർത്തി പോറ്റി പുലർത്തി ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിച്ചു. അതിനായിട്ട് സ്തോത്രം. ഇന്ന് ഒരുക്കത്തോടെ പ്രിയ കെസിയെയും ഇവിടെ കൊണ്ടുവരുവാൻ അവരെയും അവിടുന്ന് സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് പിതാവേ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകി അവരുടെ വളർച്ചയിലൊക്കെ ദൈവകൃപ കണ്ടു. അവർക്ക് ആവശ്യമായ ജോലികളൊക്കെ നൽകിക്കൊടുത്തു. ആ നിലയിൽ ഭൗമികമായ അനുഗ്രഹങ്ങളെ അവർക്ക് നൽകി സഹായിച്ചു. അതിനായിട്ട് സ്തോത്രം. എന്നാൽ അതിലെല്ലാം ഉപരിയായിട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് അവർക്ക് കണ്ടുമുട്ടുവാനും പിതാവേ ആ നിലയിൽ അങ്ങേ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സഭയോട് ചേർന്ന് അവർക്ക് സ്നാനമേറ്റ് ആ സഭകളോട് ചേർന്ന് അവർക്ക് മുൻപോട്ട് പോകുവാനുള്ള എല്ലാ ആത്മീയമായ അനുഗ്രഹങ്ങളും അവിടുന്ന് തിരുമേനി നൽകിക്കൊടുത്തല്ലോ. അതിനായിട്ട് സ്തോത്രം. ഇന്ന് അവരുടെ വിവാഹത്തിൻ്റെ ദിവസം അവർക്ക് പിതാവെ ഒരുക്കത്തോടെ കടന്നു വരുവാൻ അവിടുന്ന് കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രാർത്ഥനയോടെ അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ അനുഗ്രഹം അവരുടെ മേൽ നൽകി അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും അവരെ വഴികാട്ടുകയും ചെയ്യുവാൻ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ ഇരുവരെയും സമർപ്പിക്കുകയാണ്. തിരുമേനിയിൽ ആശ്രയം വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. പിതാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന സഹോദരനെ തിരുക്കരങ്ങളിലേക്ക് തരുന്നു. വിവിധ നിലയിൽ സ്റ്റേജിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. ആവശ്യമായ എല്ലാ ദൈവകൃപയും നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ സമയം നൽകി സഹായിക്കണമേ. കാലാവസ്ഥയൊക്കെ അവിടുന്ന് ഇത്രത്തോളം അനുകൂലമാക്കി തന്നതിനായിട്ട് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സമസ്ത കാര്യങ്ങളെല്ലാം
അവിടുന്ന് ഏറ്റിരിക്കുന്നതിനായിട്ട് സ്തോത്രം. മാനവും മഹത്വവും എല്ലാം തിരുമേനി അവിടുത്തെ പാദപീഠത്തെങ്കിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടുന്ന് സ്വീകരിക്കുമാറാകണമേ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവന് തക്ക തുണയെ തക്ക സമയത്തുണ്ടാക്കി കൊടുക്കുന്നവനാണ്. ഇന്ന് പകലിൽ ഞങ്ങളുടെ പ്രിയ മകൻ സാമിനും പ്രിയ മകൾ കെസിയായിക്കും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടുന്ന് ഒരുക്കിയ ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഇരു കുടുംബങ്ങളെയും ഞങ്ങൾ തൃക്കരങ്ങളിൽ തരുന്നു. അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ സ്തോത്രം പറയുന്നു. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും ദൈവമഹത്വത്തിനാക്കി അവിടുന്ന് തീർക്കണമേ. ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷകൾ ചെയ്യുവാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവേ, ഈ ഭൂമിയിൽ നടക്കുന്ന ഈ വിവാഹം അനന്തവിദൂര ഭാവിയിൽ വരുവാനിരിക്കുന്ന ഒരു വലിയ വിവാഹത്തിൻ്റെ നിഴലായി നിൽക്കുന്നു. കർത്താവേ, ഇന്നുവരെയും കർത്താവായ യേശുവിനെ രക്ഷകനായി കർത്താവായി അംഗീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ, അവരുടെ ഹൃദയങ്ങളോട് ഇടപെടുന്ന നിമിഷങ്ങളൂടെ ആക്കി മാറ്റണമേ. എല്ലാം തൃക്കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. എല്ലാത്തിൻ്റെയും മഹത്വം എടുക്കുവാൻ അവിടുന്ന് മാത്രം യോഗ്യനായിരിക്കാൻ സ്തോത്രം. സകല ശുശ്രൂഷകളെയും ആദിയോടന്തം അവിടുന്ന് ഭരിക്കണം. തിരുനാമത്തെ മാത്രം ഞങ്ങളിൽ മഹത്വപ്പെടുത്തണം. കൃപ ഞങ്ങളുടെ മേലിരിക്കണം. കർത്താവായ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. തുടർന്ന് സങ്കീർത്തന വായനയ്ക്കായിട്ട് ബ്രദർ ബിജു മാത്യുവിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. 45-ാം സങ്കീർത്തനം. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിൻ്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിൻ്റെ വാൾ അരയ്ക്കു കെട്ടുക, നിൻ്റെ തേജസ്സും നിൻ്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ. നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്നും കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീ രത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഒഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കാ, നോക്കുക, ചെവി ചായ്ക്കുക. സ്വജനത്തെയും നിന്റെ പൃഥുഭവനത്തെയും മറക്കാം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജനത്തിൽ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ആമീൻ. ശശ
താങ്ക് യു മോളെ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹീതമായ നിലയിൽ ആ കൊച്ചു വാഗുകൊണ്ട് നന്നായിട്ട് പാടുവാൻ കർത്താവ് കൃപ നൽകി. ദൈവം ധാരാളമായിട്ട് ഇതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. ഏതൊരാത്മീയ ശുശ്രൂഷയിലും ദൈവവചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് മാറ്റമില്ലാത്ത വചനമാണ്, എന്നേക്കും നിലനിൽക്കുന്ന വചനമാണ്. നാം കേട്ടതുപോലെ തേനിലും മധുരമേറിയ ആ ദൈവത്തിൻ്റെ വചനം, അത് അല്പസമയം നാം ശ്രദ്ധിക്കുവാനായിട്ട് പോവുകയാണ്. അത് നമുക്കെല്ലാവർക്കും ഒന്നുപോലെ അനുഗ്രഹമായി തീരുവാൻ നാം പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് പ്രിയ സാമിനും കസിയ മറിയം രാജുവിനും വളരെ അനുഗ്രഹമായി തീരട്ടെ. അവരെ കുടുംബത്തിന് അത് ഫലപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പുല്ലാട്ടുനിന്ന് കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ, അവിടെയുള്ള സ്ഥലസഭയുടെ ശുശ്രൂഷകനും മൂപ്പനുമായിരിക്കുന്ന PK ബാബുച്ചാൻ മുന്നോട്ട് കടന്നു വന്ന് അല്പസമയം നമ്മുടെ ദൈവദേവൻ ശുശ്രൂഷയായിരിക്കും. ദൈവദാസനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ കേട്ടതുപോലെ നാം എല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടു കൂടി ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. പ്രത്യേകിച്ചും കർത്താവിൽ സന്തോഷത്തോടെ. ഈ വധൂവരന്മാർ, നിയുക്ത വധൂവരന്മാരായ പ്രിയ സാമും കേസിയും ഏറെ സന്തോഷത്തോടു കൂടിയാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ 24-ാം തീയതി ആ വിവാഹ നിശ്ചയം അത് നടത്തിക്കഴിഞ്ഞ ശേഷം അവർ തുടർന്നുള്ള ദിവസങ്ങളിൽ ഏറെ പ്രാർത്ഥനയോടും സന്തോഷത്തോടും അപ്പോൾ തന്നെ അവരുടെ തുടർന്നുള്ള ഭാവി അതിൻ്റെ നിരൂപണങ്ങളിൽ എപ്രകാരം ഭാവി ആയിരിക്കണം എന്നുള്ള നിരൂപണങ്ങളിലൊക്കെയും വ്യാപൃതരായിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ സന്തോഷത്തോടെ കർത്താവ് ഇപ്പോൾ നമ്മുടെ മധ്യേ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. സങ്കീർത്തനം 126 അതിൻ്റെ 3-ാം അധ്യായത്തിൽ പറയുന്ന പോലെ അവർ പറയുകയാണ്, യഹോവ ഞങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കാൻ ഞങ്ങൾ സന്തോഷിക്കുന്നു. അങ്ങനെ സന്തോഷത്തോടായിരിക്കും. അവർ സന്തോഷിക്കുമ്പോൾ യഹോവയാണല്ലോ വലിയ കാര്യം ചെയ്തത്, ആ യഹോവയും സന്തോഷിക്കുന്നു. യെശയ്യാപ്രവചനം 62-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം വായിക്കുന്നു, മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കുന്നു. ആയതിനാൽ ദൈവവും സന്തോഷിക്കുകയാണ്. അപ്പോൾ മറ്റു പ്രിയപ്പെട്ടവരായ ആ സദസ്സിലിരിക്കുന്നവരും സ്റ്റേജിലിരിക്കുന്നവരുമായ നാം എല്ലാവരും തന്നെ സന്തോഷിക്കുകയാണ്. കാരണം സന്തോഷിക്കുന്നവരോടുകൂടെ നാമും സന്തോഷിക്കണമല്ലോ, അതിനായിട്ട് നമ്മൾ ആയിരിക്കുകയാണ്. തുടർന്ന് നാം തിരുവചനം ഇപ്പോൾ പ്രിയ മകൾ പാടിയതുപോലെ തന്നെ തേനിലും തേൻകട്ടയേക്കാൾ മാധുര്യമുള്ള വചനം അതുപോലെ തന്നെ നാം കേട്ടു. അത് ഏറെ അനുഗ്രഹത്തിൻ്റേതാണെന്നും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനുമാണെന്ന്. അപ്പോൾ ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിയുക്ത വധൂവരന്മാർക്കും വിവാഹം കഴിഞ്ഞവരായിരിക്കുന്ന ദമ്പതികൾക്കും വിവാഹം ഇനി ചെയ്യുവാൻ കാത്തിരിക്കുന്നവരായ പ്രിയപ്പെട്ടവർക്കും ഒക്കെയും അതേറെ അനുഗ്രഹത്തിന് തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചില വാക്യങ്ങൾ അതിന് വേണ്ടി തിരുവചനത്തിൽ നിന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് നാം ഈ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരു മഹത്വപൂർണമായിട്ടുള്ള ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ എന്ന് മാത്രമല്ല, മഹത്വപൂർണമായിട്ടുള്ള ഒരു വിവാഹ ജീവിതമാണ് തുടർന്ന് അവർ നയിക്കേണ്ടത്. അത് നാം ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ കണ്ടംപററി അല്ലെങ്കിൽ കാലാനുസൃതമായിട്ടുള്ള ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്ന വിവാഹ ശുശ്രൂഷകളൊക്കെ പലതും ശിഥിലമായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിവാഹിതരാകുവാൻ പോകുന്നവരായിട്ടുള്ള വധൂവരന്മാർക്ക് ചിലപ്പോൾ ഒരാശങ്ക ഉണ്ടാവും, എങ്ങനെ ഇതൊരു മഹത്വപൂർണമായിട്ടുള്ള വിവാഹ ജീവിതമാക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ളതിന്. എന്നാൽ പ്രിയ
വധൂവരന്മാരോട്, നിയുക്ത വധൂവരന്മാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് സാധിക്കും. അതിൻ്റെ കാരണം ഒന്നാണ്. അതിൻ്റെ ഏക കാരണം ദൈവം യോജിപ്പിക്കുകയാണ് നിങ്ങളെ. ദൈവം യോജിപ്പിച്ചതാണ്. മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം വായിക്കുന്നത് ദൈവം യോജിപ്പിച്ചതിന്. അപ്പോൾ ദൈവമാണ് നിങ്ങളെ യോജിപ്പിക്കുന്നത്. ആയതിനാൽ നിങ്ങൾക്ക് സംശയരഹിതമെന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പറയുവാൻ സാധിക്കും. ആ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ സൻബല്ലത്ത് ചോദിച്ചു, എപ്രകാരം ഈ ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് കല്ല് മുളപ്പിക്കുവാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ തുടർന്നുള്ള ആ നെഹമ്യാവിൻ്റെ കൂട്ടുവേലക്കാരുടേതുമായിട്ടുള്ള ആ ആലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചപ്പോൾ അവർക്ക് അവരുടെ ഹൃദയത്തിൽ അവർ സന്തോഷത്തോടെ ആർത്തുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് കല്ലുകളെ മുളപ്പിക്കുവാൻ സാധിച്ചു. അതുപോലെ നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ തുടർന്നുള്ള വിവാഹ ജീവിതം അനുഗ്രഹപൂർണ്ണമാക്കുവാനും അത് മഹത്വപൂർണ്ണമാക്കുവാനും കഴിയും. നമുക്ക് ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് തിരിയുമ്പോൾ അവിടെ അറിയാം, മഹത്വം പോയത് അത് പറഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ മഹത്വം പോയതുകൊണ്ട് യാക്കോബെന്ന് മകന് പേര് നൽകി മരിച്ച ഒരു സ്ത്രീയെക്കുറിച്ച്. നിങ്ങൾ അതിൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇത് മഹത്വപൂർണ്ണമായിട്ട് തന്നെ ദൈവം യോജിപ്പിച്ചതായതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നയിക്കുവാൻ അത് തിരുനാമത്തിൻ്റെ മഹത്വത്തിനും തുടർന്ന് കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും ഒക്കെയും അനുഗ്രഹത്തിനും കാരണമായി തീരും എന്നുള്ളത് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. തുടർന്ന് വചനത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഈ വിവാഹത്തെക്കുറിച്ച് കൂടുതൽ പറയുവാൻ സമയമെനിക്കില്ല. അല്പം പോയിന്റുകൾ മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. നാം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങൾ, പല മെസ്സേജുകൾ ഇതിൽ പറയുവാനുണ്ട്. എന്നാൽ ആദ്യമായിട്ടും എല്ലാവരും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള വചനമാണ് ജനസിസ് ചാപ്റ്റർ 2:24. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. അത് പറയാത്ത കല്യാണമില്ല, അത് വിവരിക്കാത്ത വിവാഹമില്ല. ആയതിനാൽ അത് തന്നെ ഞാനും എടുത്ത് പറയുകയാണ്. 3 പോയിന്റുകൾ മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഒരു ദേഹമായി തീരും. ഇതിൽ നിന്ന് നമ്മൾക്ക് 3 പോയിന്റുകൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ് ഇന്ന് നിയുക്ത വധൂവരന്മാരോട് എനിക്കും പറയുവാൻ ഉള്ളത്. ദൈവവചനത്തിൽ നിന്ന് പറയുന്നതാണ്. പ്രിയമുള്ളവരെ, അവിടെ നാം കാണുന്നത് അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട്. അപ്പോൾ ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് പറയുന്നു. അപ്പോൾ ഭാര്യ ചോദിക്കാം, അല്ലെങ്കിൽ സ്ത്രീ ചോദിക്കാം, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, അത് പുരുഷൻ്റെ കടമയല്ലേ, എൻ്റെ ഉത്തരവാദിത്വം എന്താണ്, എന്നോടത് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ നാം വായിച്ച സങ്കീർത്തനം 45 അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് തിരിയുമ്പോൾ അവിടെ നാം കാണുന്നു, അവിടെ വായിക്കുന്നത്, രാജകുമാരി നീ നിൻ്റെ പിതൃഭവനത്തെ മറക്ക എന്നാണ്. ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ വായിച്ച സങ്കീർത്തന ഭാഗം തന്നെ 45-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യം. 10-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്, അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും നിൻ്റെ പിതൃഭവനത്തെയും മറക്ക. പുരുഷനോട് പറയുന്നു നീ വിടുക. അത് കഴിഞ്ഞിട്ട് ഭാര്യയോട് ഇവിടെ സങ്കീർത്തനത്തിൽ കേൾപ്പിച്ചത്, അവിടെ പറയുന്നത് നീ നിൻ്റെ പിതൃഭവനത്തെ മറക്ക, നീ അത് കേൾക്കണം, അതുപോലെ നീ ചെവി ചായ്ക്കണം, നീ അത് ഓർക്കുകയും വേണം, മറക്ക. പ്രിയമുള്ളവരെ, അത് പറയുമ്പോൾ മാതാപിതാക്കന്മാരായ ഇവിടെ അനേകങ്ങളുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുക, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എന്നെ അങ്ങ് മറന്നു പോവുകയാണോ, എന്നെ വിട്ടു പോവുകയാണോ? അല്ല, ഒരിക്കലും നിങ്ങളങ്ങനെ ചിന്തിക്കരുത്. ഇത് പറയുവാനുള്ള കാരണം ഏൻഷ്യൻ വേൾഡിൽ, അതായത് പുരാതന കാലത്ത് ക്രിസ്തുവിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മൂല്യമായിരുന്നു മാതാപിതാക്കളോട് ഉള്ള കൂറ്, ലോയൽറ്റി ടു ദ പേരൻസ്, റെസ്പെക്റ്റ് ടു ദ പേരൻസ്. അത് ഏറ്റവും വലിയൊരു മൂല്യമായിട്ട് അന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്നാൽ ഏദൻ തോട്ടത്തിൽ പിതാവാം ദൈവം ആദമിനെ ഹവ്വയെയും ഒരു കുടുംബമായി തീർക്കുവാൻ
തുടങ്ങിയത് മുതൽ അവിടെ ഉണ്ടായ സംഭവമാണ് നിങ്ങൾ അപ്പനെയും അമ്മയും മറക്കണം, പിതൃഭവനത്തെ മറക്കണം, അവരെ വിടണം എന്ന് പറയുന്നത്. അത് ഈ പൂർണ്ണമായിട്ടും അങ്ങ് വിട്ടുപിരിയുക എന്നുള്ളതല്ല. പക്ഷെങ്കിൽ അവിടെ പറയുന്നത് നീ നിൻ്റെ അപ്പനെയും അമ്മയും വിട്ട്, അല്ലെങ്കിൽ ഭാര്യയോടെ പറയുന്നത് നീ പിതൃഭവനത്തെ മറക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ സെക്കൻഡറി, രണ്ടാമത്തെ കാര്യമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ വിവാഹിതരാകുമ്പോൾ, നിങ്ങൾ യോജിക്കുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് അല്ലെങ്കിൽ പ്രൈമറി റിലേഷൻ, ആ റിലേഷൻ നിങ്ങൾ തമ്മിലായിരിക്കണം. സെക്കൻഡറിയാണ് മാതാപിതാക്കൾ. അവരെ ബഹുമാനിക്കണ്ട, അല്ലെങ്കിൽ അവരോട് കൂറ് പുലർത്തണ്ട, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായം ചെയ്യുകയല്ല എന്നുള്ളതൊന്നുമല്ല. അത് രണ്ടാമത്തെ കാര്യമാണ്. ഫസ്റ്റ് നിങ്ങളൊന്നു ചേരുക, നിങ്ങൾ ഒരുമിക്കുക. അതാണ് കുടുംബത്തിലെ ഫസ്റ്റ്. ദാറ്റ് ഈസ് എ പ്രൈമറി റിലേഷൻഷിപ്പ്. ആ പ്രൈമറി റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട്, പ്രിയ കേസിയോട് എനിക്ക് പറയുവാനുള്ളത്, അപ്പോൾ സാമാണ് കേസിയുടെ ദ ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ പേഴ്സൺ ഇൻ യുവർ ലൈഫ്. ആൻഡ് സാമിനോട് എനിക്ക് പറയുവാനുള്ളത്, കേസിയ ഈസ് എ വണ്ടർഫുൾ ആൻഡ് ഗ്രേറ്റ് വുമൻ ഫോർ യു. സോ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അതനുസരിച്ച് തുടർന്ന് നിങ്ങളുടെ വിവാഹ ജീവിതം കൊണ്ടുപോകാൻ കൊണ്ട് ഇടയാക്കി തീർക്കട്ടെ എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് അവിടെ നാം കാണുന്നത്, അവിടെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്നുള്ളത് നാം കാണുന്നു. ആ പറ്റിച്ചേർന്ന് കഴിഞ്ഞിട്ട് തുടർന്ന് ഈ ദൈവത്താൽ യോജിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്താൽ സ്ഥാപിക്കപ്പെടുന്ന ഏതൊരു വിഷയത്തിലും, ദൈവം സ്ഥാപിക്കുന്ന, ദൈവം ചെയ്യുന്ന ഏതൊരു വിഷയത്തിലും ഒരു പർപ്പസ് ഉണ്ടാവും, ഒരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യം നിങ്ങൾ പൂർത്തീകരിക്കണം. അതാണ് ആ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലുണ്ട്. അതൊക്കെ എടുത്ത് ഇപ്പോൾ തുടർന്ന് ഈ വിവാഹ ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസൻ അതൊക്കെ നിങ്ങളോട് സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത്രമാത്രം പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളുടെ ദൈവം നിങ്ങളിൽ കൂടി ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ലക്ഷ്യം, ദൈവത്തിൻ്റെ നിങ്ങളാലുള്ള ആ ലക്ഷ്യം നിങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. പരമപ്രധാനമായിട്ടും അതിനകത്ത് വരുമ്പോൾ, ഒന്ന്, ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിങ്ങളുടെ ഈ യോജിച്ച, നിങ്ങൾ ഒന്നാക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അത് അതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഉദ്ദേശം ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾക്കറിയാമല്ലോ, തിരുവചനത്തിൽ പറയുന്നു, പ്രവാചക പുസ്തകത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും കൊടുക്കുകയില്ല. അപ്പോൾ നിങ്ങളെ ഒരു കുടുംബമാക്കി ഒന്നാക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുക. അവന് കൊടുക്കേണ്ട മഹത്വം, സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ മഹത്വം അവന് കൊടുക്കുക. മാത്രമല്ല, നാം എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ, ഇന്ന് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവും ദൈവമായിട്ട് വിശ്വസിച്ച് അംഗീകരിച്ചപ്പോൾ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയായി തീരുകയായിരുന്നു. അപ്പോൾ അത് തന്നെ നമ്മൾക്ക് എഫേസ്യർക്ക് എഴുതിയ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, ദൈവത്തിൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനാണ് നിങ്ങൾ. എന്തിനു വേണ്ടിയാണ്? അപ്പോൾ ദൈവം അവിടെ കൈപ്പണി എന്ന് പറയുന്ന ഒരു പൊയ്മ എന്നുള്ള ഗ്രീക്ക് വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പൊയ്മ എന്ന് പറഞ്ഞ ഒരു കവിത രചിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം പാടുപെടുന്ന ആലോചനകൾ, എന്തെല്ലാം വിഷയങ്ങളാണ് താൻ ഓർക്കുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ കൈപ്പണിയായി വളരെ ശ്രദ്ധിച്ച്, വളരെ ആലോചിച്ച് ചെയ്യേണ്ടതുപോലെ ചെയ്താണ് നിങ്ങളെ സംയോജിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ്? സൽപ്രവർത്തികൾക്കായിട്ട്. അതുകൊണ്ട് ദൈവത്തിന് നിങ്ങൾ ആദ്യം ദൈവത്തിന് മഹത്വം കൊടുക്കുക. എല്ലാത്തിനും ഫസ്റ്റ് പ്രിഫറൻസ് ദൈവത്തിന് കൊടുക്കുക, ദൈവ വിഷയങ്ങൾക്ക് നൽകുക. അതുപോലെ തന്നെ നല്ല പ്രവർത്തികൾ, ആ നല്ല പ്രവർത്തികൾ കൂടിയും ദൈവനാമം മഹത്വപ്പെടും. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ ജാതികളുടെ ഇടയിൽ പിതാവാം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമെന്നുള്ളത്. നാം ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ, ദൈവനാമത്തിൽ നാം ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ, ജാതികളുടെ ഇടയിൽ, ഈ ദൈവത്തെ അറിയാത്തവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ആയതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്തും മറ്റുള്ളവരാൽ ദൈവത്തിന് മഹത്വം കൊടുപ്പിച്ചും കൊണ്ടുള്ള
ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. മൂന്നാമത്തെ കാര്യം, എൻ്റെ സമയം പോയതുകൊണ്ട് മൂന്നാമത്തെ ആ പോയിന്റ് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളാം. പിന്നെ തുടർന്ന് നാം കാണുന്നത് അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. തുടർന്ന് അവർ ഒരു ദേഹമായി തീരും. അവിടെ നാം കാണുന്നത് ദിസ് റിലേഷൻഷിപ്പ് ഈസ് എ പെർമനന്റ് റിലേഷൻഷിപ്പ്. സ്ഥിരമായ ഒരു റിലേഷനാണിത്. ഇത് മുറിഞ്ഞു പോകുന്നില്ല. ഇന്ന് നമ്മൾക്കറിയാം, ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, അനേക വിവാഹ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു, ശീതലമായി പോകുന്നു. എന്നാൽ ദൈവം യോജിപ്പിച്ചതുകൊണ്ട് അത് നിങ്ങൾക്കതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ഇവിടെ നാം കാണുന്നത്, അവിടെ പ്രത്യേകിച്ചും നാം ഇവിടെ പറയും ഈ വാക്കിൽ നിന്നും അവിടെ നാം വായിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം, നിങ്ങളുടെ ഈ ബന്ധം, ഈ വിവാഹ ബന്ധം, അത് ഒരു പെർമനൻ്റ്, സ്ഥായിയായ, സ്ഥിരതയായ ഒരു ബന്ധമാണ്. അപ്പോൾ അതിനും ആ സ്ഥിരമായ ബന്ധമായിരിക്കുമ്പോൾ, ദാറ്റ് ഇസ് എ പെർമനന്റ് റിലേഷൻഷിപ്പ്, നോട്ട് എ ടെമ്പററി. ഇഫ് ഇറ്റ് ഈസ് എ ടെമ്പററി, then we can throw it away. But this is a permanent, so that you have to keep up to grow. അതിനുവേണ്ടി എന്ത് ചെയ്യണം? For the growing of this relationship, you have to nurture it. നർച്ചർ ചെയ്യണം, പരിപാലനം. അതുകൊണ്ട് നിങ്ങൾ ഇരുവരും, അല്ല പുരുഷൻ എന്നെ പരിപാലിക്കട്ടെ, ഞാനത് അംഗീകരിച്ചുകൊണ്ടിരുന്നോളാമെന്നല്ല, മറിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരിപാലനം നിങ്ങൾക്കുണ്ടാകണം. നർച്ചറിങ്. നമ്മളൊരു ചെടി നട്ടെപ്രകാരം വളർത്തുന്നു അതുപോലെ. കാരണം നിങ്ങളുടെ ഈ ബന്ധം പെർമനൻ്റാണ്. ആ പെർമനൻ്റായിട്ട് നിലനിൽക്കുവാൻ വേണ്ടി അന്യോന്യം നിങ്ങൾ പരിപാലനവും പരിപോഷണവും നൽകി ജീവിക്കുവാൻ തക്കൊണ്ട് ഇടയാക്കട്ടെ. ആ പരിപാലനത്തിൽ തന്നെ വരും തമ്മിൽ സ്നേഹിച്ചും ഭാരങ്ങളെ ചുമന്നും അതുപോലെ തന്നെ പോറ്റിപ്പുലർത്തിയും കീഴ്പ്പെട്ടും അതൊക്കെയും തുടർന്നുള്ള വചന ശുശ്രൂഷയിൽ കൂടെ ദൈവദാസന്മാർ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഞാൻ പോയിന്റ് മാത്രം പറഞ്ഞു തിരിക്കട്ടെ. ഇതോടുകൂടി ഞാൻ നിങ്ങളോടുള്ള ഉപദേശം ഈ വചനത്തിൽ നിന്ന് നിർത്തുകയാണെന്നാൽ തുടർന്നും നാം ഇപ്പോൾ പ്രാർത്ഥനയിൽ ഓർത്ത പ്രകാരം തന്നെ ഈ വിവാഹ ബന്ധം എന്ന് പറയുന്നത് വരുവാനിരിക്കുന്ന ഒരു വലിയ വിവാഹം, അതായത് കർത്താവായ യേശുക്രിസ്തു എന്ന മണവാളനും സഭ എന്ന മണവാട്ടിയും ചേർന്നുള്ള വിവാഹത്തിൻ്റെ നിഴലായിട്ടായിരിക്കുന്നു എന്നുള്ളതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആ ബന്ധത്തിലേക്ക് അതായത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഇതുവരെയും ആയിത്തീരാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇത് നിങ്ങൾക്ക് തക്ക സമയമായി ഉപയോഗിക്കാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട ഒരു മണവാട്ടിയായി നിങ്ങൾക്ക് തീരാൻ കഴിയുകയും ആ സങ്കീർത്തനത്തിൽ വായിച്ച പ്രകാരം അവിടെ ഓഫീർ തങ്കമണിഞ്ഞും ദന്തഗോപുരങ്ങളുടെ കമ്പിനാദങ്ങളുടെ ആനന്ദ സ്വരം കേട്ടും ചിത്രത്തയ്യുള്ള വസ്ത്രങ്ങളോടുകൂടി ആ മണവാളിനോടുകൂടി അന്തഃപുരത്തിൽ കടന്ന് നിത്യാനന്ദത്തിൽ കഴിയുവാൻ തക്ക ഇടയാകും. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഈ ആത്മമണവാളനായ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവും ദൈവമായിട്ട് വിശ്വസിച്ചാൽ കർത്താവിൻ്റെ മണവാട്ടി ആയിത്തീരുവാൻ ഇടയാകും. ആ നിത്യാനന്ദത്തിൽ തുടർന്ന് നിങ്ങൾക്കും കഴിയുവാനിടയാകും. അതിനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഈ പ്രിയ നിയുക്ത വധൂവരന്മാരെയും ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടി ഞാൻ ചുരുക്കുന്നു എൻ്റെ വാക്കുകളിൽ നിന്ന്. ദൈവനാമം നന്നായി എന്നെ മെനഞ്ഞ എൻ്റെ പൊന്നേശു തമ്പുരാനെ, ഉള്ളം കരത്തിൽ കരുതും നീ മാത്രമൻ ഉടയോൻ നാഥ.
എന്തു ചൊല്ലുവാൻ എന്നെ നന്നായി അറിയുന്ന പ്രിയനേ, അന്ത്യം വരെയും പാടാൻ നന്ദി അല്ലാതെ ഒന്നുമില്ലപ്പാ. ശോധനകളിൽ മനം തളരാ ഇനിയിടയായിടല്ലേ പരനേ, കൃപയിൻ തണലിൽ വളരാ നീയൊരുക്കുന്ന വഴികൾക്കു നന്ദി. ഞാനെന്തു ചൊല്ലുവാൻ എന്നെ നന്നായി അറിയുന്ന പ്രിയനേ, അന്ത്യം വരെയും പാടാൻ നന്ദിയല്ലാതെ ഒന്നുമില്ലപ്പാ. ഇനിയേറെ ഞാനെന്തു ചൊല്ലുവാൻ എന്നെ നന്നായി അറിയുന്ന പ്രിയനേ, അന്ത്യം വരെയും പാടാൻ നന്ദിയല്ലാതെ ഒന്നുമില്ലപ്പാ. നിൻ സ്നേഹം മാത്രം മതിയേ, വേറെയൊന്നും വേണ്ടിനി നാഥാ. ക്രൂശിൻ്റെ വഴിയെ ഗമിക്കാം, നല്ല ദാസനായി ഓട്ടം തികയ്ക്കാം. ചൊല്ലുവാൻ എന്നെ നന്നായി അറിയുന്ന പ്രിയനേ, അന്ത്യം വരെയും പാടാൻ നന്ദിയല്ലാതെ ഒന്നുമില്ലപ്പാ. ഇനിയേറെ ഞാനെന്തു ചൊല്ലുവാൻ എന്നെ നന്നായി അറിയുന്ന പ്രിയനേ, വരെയും പാടാൻ നന്ദിയല്ലാതെ ഒന്നുമില്ലപ്പാ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ദൈവത്തിന് വചനമോട് ശുശ്രൂഷിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ, വലിയൊരു ദാസൻ സാം സക്കറിയ കൊട്ടാരക്കര അവர்களാണ്. കർത്താവിൻ്റെ ദാസൻ ദൈവം ശുശ്രൂഷിക്കാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിനെ സഹായിക്കട്ടെ. ദൈവത്തിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.